11th ക്വസ്റ്റ്യൻ നമുക്ക് 1,3 എന്ന പോയിന്റിലൂടെ x minus 3y plus 4 equal to 0 എന്ന സ്ട്രെയിറ്റ് ലൈനുമായിട്ട് 45 ഡിഗ്രി ആംഗിളിൽ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. ഈ കേസിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്താം. തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് സി ഫോമിലോട്ട് ഈ ഇക്വേഷനെ കൊണ്ടുവന്നാൽ കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന്റെ സ്ലോപ്സും അതിനിടയിലുള്ള ആംഗിളും തമ്മിലുള്ള റിലേഷൻ അറിയാം. ദാറ്റ് ഈസ് tan theta equal to modulus of m2 minus m1 divided by 1 plus m1 m2. ഇവിടെ m1 m2 ഈ രണ്ട് ലൈൻസിന്റെയും സ്ലോപ്സ് ആണ്. അതേപോലെ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന് ഇടയിലുള്ള ആംഗിൾ ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനെ -3y ഈക്വൽ ടു -x പ്ലസ് -4 എന്ന് മാറ്റാം. അപ്പോൾ y ഈക്വൽ ടു x/3 പ്ലസ് 4/3 എന്ന് കിട്ടും. ഇത് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് 1/3 ആണ്. അപ്പൊ m2 കിട്ടി. തീറ്റ അറിയാം. തീറ്റ എന്ന് പറഞ്ഞാൽ ലൈൻസിനിടയിലുള്ള ആംഗിൾ ആണ്. ഇവിടെ 45 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ കേസിൽ tan 45 ഡിഗ്രി ഈക്വൽ ടു modulus of 1/3 minus m1 divided by 1 plus 1/3 into m1 എഴുതാം. മോഡുലസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ tan 45 1 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 1 ഈക്വൽ ടു 1/3 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1/3 എന്ന് കിട്ടും. ആ 3നെ ഡിനോമിനേറ്ററിൽ നിന്ന് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് 1 മൈനസ് 3m1 all divided by 3 plus m. ഇനി നമുക്ക് രണ്ട് കേസസ് സോൾവ് ചെയ്യാനുണ്ട്. 1 മൈനസ് 3m1 all divided by 3 plus m1 equal to plus 1 ഉം 1 മൈനസ് 3m1 all divided by 3 plus m1 equal to minus 1. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് m1ന് രണ്ട് വാല്യൂസ് കിട്ടും. നമുക്ക് നോക്കാം. if 1 minus 3m1 divided by 3 plus m1 equal to 1, one minus 3m1 equal to 3 plus m1 minus 4m1 equal to minus 2, which implies that m1 equal to 2 by minus 4 equal to minus 1/2. So ഒരു കേസിൽ നമുക്ക് m1 equal to minus 1/2 എന്ന് കിട്ടും. ഇനി അടുത്ത കേസിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം.
Then if 1 minus 3m1 all divided by 3 plus m1 equal to minus 1, we can write 1 minus 3m1 equal to minus 3 minus m1 minus 2m1 equal to minus 4, or m1 equal to minus 4 by minus 2, that's equal to 2. So m1 can be minus 2 or 2. So m1 നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിരിക്കും. സോ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ രണ്ട് പോസിബിൾ ആയിട്ടുള്ള ലൈൻസ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. If m1 equal to minus half, the required line is point slope form y minus y1 divided by x minus x1 equal to the slope minus half, which implies that 2y minus 6 equal to minus x plus 1, or x plus 2y minus 7 equal to 0. x plus 2y minus 7 equal to 0. ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ if m1 equal to 2, if m1 equal to 2, the line is y minus 3 divided by x minus 1 equal to 2, or y minus 3 equal to 2x minus 2, or minus 2x plus y minus 1 equal to 0. So this is the other possible line. So നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ലൈൻസ് പോസിബിൾ ആണ്. അതിന്റെ സ്ലോപ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഹാഫും 2ഉമാണ്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1 ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഈ കേസിലോട്ട് നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇത് തന്നെയായിട്ട് കരുതാം. ഇനി അടുത്ത സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ആ സ്ലോപ്സ് കണ്ടപ്പോൾ മനസ്സിലായി. സോ അടുത്ത ലൈൻ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ആംഗിളും 45 ഡിഗ്രി. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. 1 3 പാസ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ ഗിവൻ ലൈനുമായിട്ട് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടി. ഓക്കെ. ട്വൽത്ത് ക്വസ്റ്റ്യനും ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണെങ്കിലും ഇത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ രീതിയിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് കരുതുക. അതിന്റെ ബേസ് നിൽക്കുന്നത് x+2y = 8 എന്ന ലൈനിന്റെ മുകളിലാണ്.
പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് തന്നിട്ടുണ്ട് 1 1. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യോ, ഇവിടെ മാർക്ക് ചെയ്യോ, ഇവിടെ മാർക്ക് ചെയ്യോ എന്ന് നമുക്ക് അറിയണം. ക്വസ്റ്റ്യനിൽ എവിടെയാണെന്നും ഫിഗറൊന്നും തന്നിട്ടില്ല. അപ്പൊ ഈ കേസിൽ x+2y = 8 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെയോ ആയിരുന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വെർട്ടെക്സ് പറഞ്ഞത് ഇവിടെ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സൈഡ് നിൽക്കുന്ന ഈ ഒരു ലൈനിന്റെയും ഈ ഒരു സൈഡ് നിൽക്കുന്ന ഈ ഒരു ലൈനിന്റെയും ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് ഇതിനെ ലൈൻ 1 എടുക്കാം, ഇതിനെ ലൈൻ 2 എടുക്കാം, ഇതിന് സ്ലോപ്പ് m1, ഇതിന് സ്ലോപ്പ് m2. സ്ലോപ്പ് m1, സ്ലോപ്പ് m2. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണെന്ന് അറിയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ഒരു പോയിന്റിലൂടെ നമ്മൾ ഒരു ഫിക്സഡ് ലൈനുമായിട്ട് ഇത്ര ഡിഗ്രി ആംഗിളിൽ പാസ് ചെയ്തു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടപ്പോൾ നമുക്ക് അവിടെ 2 പോസിബിലിറ്റീസ് കിട്ടി. സോ അതേ 2 പോസിബിലിറ്റീസ് ആണ് ഇവിടെയും ഉള്ളത്. സോ ഇത് 60 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്, ഇതും 60 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് m1 സോൾവ് ചെയ്യുന്നതെങ്കിൽ 2 വാല്യൂസ് കിട്ടും. അതിൽ ഒന്ന് m1 ആയിട്ട് എടുക്കാം, മറ്റേത് m2 ആയിട്ട് എടുക്കാം. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. y = -x/2 + 8. അപ്പൊ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ, അതായത് ഈ സൈഡിന്റെ സ്ലോപ്പ് നമുക്ക് m എടുക്കാം. സ്ലോപ്പ് -½ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ tan θ = മോഡുലസ് ഓഫ് m2 - m1 / 1 + m1 m2 എന്നുള്ള ആ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ m1 കണ്ടെത്താം. സോ ഇതിൽ നമുക്കറിയാം tan 60 degree = ± tan 60 degree = m2. m2ന് പകരം നമുക്ക് m ആയിട്ട് എടുക്കാം. സോ -½ - m1 / 1 + -½ into m1 എന്ന് കിട്ടും. അപ്പോൾ ± tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -1 - 2m1 / 2 - m1 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 കേസസ് ആക്കി ചെയ്യണം. ഈ -1 - 2m1 / 2 - m1 = √3. -1 - 2m1 = 2√3 - √3m1 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. Implies that -2m1 plus √3m1 equal to 2√3 plus 1 കിട്ടും. 2√3 plus 1 എന്ന് കിട്ടും. അതായത് m1 ഇവിടെ കോമൺ ഫാക്ടർ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും m1 can be 2√3 plus 1 2√3 plus 1 divided by -2 plus √.
മൈനസ് 2 പ്ലസ് റൂട്ട്. അപ്പോൾ m1ന്റെ ഒരു പോസിബിൾ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തേത് കാണണം. ഓക്കെ, രണ്ടാമത്തെ കേസ്, if minus 1 minus 2m1 divided by 2 minus m1 equal to minus root 3 ആണെങ്കിൽ minus 1 minus 2m1 equal to minus 2 root 3 plus root 3 m1 എന്ന് കിട്ടും. minus 2 root 3 plus root 3 m1, അതായത് minus 2 m1 minus root 3 m1 equal to minus 2 root 3 plus 1 എന്ന് കിട്ടും. ഇനി നമുക്ക് m1 കണ്ടാൽ minus 2 root 3 plus 1 minus 2 root 3 plus 1 divided by minus 2 minus root 3, അതായത് minus of 2 plus root 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് പോസിബിൾ ആയിട്ടുള്ള സ്ലോപ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ സ്ലോപ്സ് വെച്ചിട്ട് നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് അതിൽ ഒന്ന് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മറ്റൊന്ന് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അതർ ടു സൈഡ്സ് ആണ് കിട്ടുന്നത് മാത്രം. ഈക്വൽ ടു അതിന് നമുക്ക് m2 ആക്കി എടുക്കാം. So m1 is equal to 2 root 3 plus 1 minus divided by minus 2 plus root 3, or m1 is equal to minus 2 root 3 plus 1 all divided by minus of 2 plus root 3. That can be taken as m2. So one of the sides, one of the required sides, what is that? Y minus y1 divided by x minus x1 is equal to 2 root 3 plus 1 all divided by minus 2 plus root 3, or minus 2 plus root 3 y, നമ്മൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, minus of minus 2 plus root 3 equal to, ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അത്രയേ ഉള്ളൂ. ഈ കേസിൽ 2 root 3 plus 1 x minus of 2 root 3 plus 1. അതായത് തിരി ലെഫ്റ്റിലോട്ട് നിന്നാൽ അത് എടുക്കണം. അതായത് which implies that minus of 2 root 3 plus 1 x plus minus 2 plus root 3 y, then നമുക്ക് ബാക്കിയുള്ളത് ഇത് നോക്കാം. 2 minus root 3 ആണ്. ഇതിനെ കൂടെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഈ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് പ്ലസ് 2 root 3 plus 1 ആയി. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് 2 root 3 minus root 3, that is root 3 plus 3 എന്ന് വരും. പ്ലസ് root 3 plus 3 equal to 0. ഇതാണ് ഒരു സൈഡ്. ഇനി നമുക്ക് മറ്റേ സൈഡ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യാം? ഈ ഒരു സ്ലോപ്പ് എടുത്തിട്ട്
ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് ഇതേ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് അടുത്ത സൈഡും കിട്ടും. ഓക്കെ, the other side is y minus 1 divided by x minus 1 equal to minus 2 root 3 plus 1 all divided by, അത് നമുക്ക് ഈ മൈനസിനെ ഇവിടെ നിന്ന് കളയാം. സോ ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ദാറ്റ് ഈസ് 2 root 3 minus 1 divided by 2 plus root. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ implies that 2 plus root 3 into y minus of 2 plus root 3 equal to 2 root 3 minus 1 into x minus of 2 root 3 minus 1. 2 root 3 minus 1 into x minus 2 root 3 minus 1, which implies that minus of 2 root 3 minus 1 x plus 2 plus root 3 y, sorry, 2 plus root 3 into y, then the constant term is on the left side minus 2 minus root 3, then ഈ ഒരു ടേം ഇടത് ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് 2 root 3 minus 1 വരും. അപ്പോൾ നമുക്ക് കിട്ടും root 3 minus 3 എന്ന് കിട്ടും. സോ പ്ലസ് root 3 minus 3 equal to 0. സോ ഇങ്ങനെ നമുക്ക് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡ്സും കണ്ടെത്താം. അത് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആണെന്ന് പറയാനുള്ള കാരണം നമുക്ക് ഇതേ ആംഗിൾ തന്നെ കിട്ടണം. നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ 45 ഡിഗ്രി ആവുന്ന കേസിൽ അടുത്തതും 45 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ രണ്ട് സൈഡ്സും ഈ തേർഡ് സൈഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം കൂടെ, ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിക്കൂടെ എന്നും ചിന്തിക്കാം. പക്ഷെ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അവർ ബേസ് ആംഗിൾ ഇത്രയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണെന്ന്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. തേർട്ടീൻത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 0, 5, -4, 1 എന്ന രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീൻസ് 90 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ പീസസ് ആക്കി മുറിക്കുന്ന ലൈൻ. ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോമാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇവിടെ നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം കാണാൻ പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പോയിന്റ് ഓഫ് ബൈസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് കോർഡിനേറ്റ്സിന്റെ ആവറേജ് കാണാം, വൈ കോർഡിനേറ്റ്സിന്റെ ആവറേജ് കാണാം. അപ്പോൾ നമുക്ക് XY കിട്ടും. അപ്പം XY ഈക്വൽ ടു ഓർഡേർഡ് പെയർ 0 plus -4/2, 5 plus 1/2. That's equal to, this is -4/2, that is -2. This is 6/2, that is 3. -2, 3 ആണ് ഈ പോയിന്റ്. ഇനി നമുക്ക് ഇതിന്റെ സ്ലോപ്പും കൂടി കിട്ടിയാൽ മതി. ഇവിടെ നമ്മൾ നേരത്തെ
ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ നമുക്കറിയാം ഇതിലൂടെ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലൈനും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ സ്ലോപ്പ് നമുക്ക് m1 കൺസിഡർ ചെയ്താൽ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് m2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ m1ഉം m2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -1 വേണം പ്രോഡക്റ്റ് ആയിട്ട്, കാരണം രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ഈ കേസിൽ പോയിന്റ് ഓഫ് ബൈസെക്ഷൻ കിട്ടി. ഇനി സ്ലോപ്പ് m2 കണ്ടുപിടിക്കാം. y2 minus y1 divided by x2 minus x1, that is y2 minus y1, that is 1 minus 5 divided by x2 minus x1, that is minus 4 minus 0, that is minus 4 divided by minus 4, that is equal to 1. ഇനി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് m1 നമുക്കറിയാം, സിൻസ് the angle between the perpendicular bisector and the line segment is 90 degree, comma നമുക്ക് എന്ത് എഴുതാം, m1 into m2 equal to -1, m1 into m2 equal to -1, which implies that നമുക്ക് m2 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m1 തീർച്ചയായിട്ടും -1 ആയിരിക്കണം, which implies that m1 equal to -1. സോ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ സ്ലോപ്പും കിട്ടി, അത് പാസ് ചെയ്തു പോകുന്ന ഒരു പോയിന്റ് -23 കിട്ടി. ഇനി നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, now the bisector is what is that, y minus y1, that is y minus 3 divided by x minus -2, x minus x1 equal to, what was the slope, -1, which implies that y minus 3 equal to minus x minus 2, or x plus y minus 1 equal to 0. So the bisector is x plus y minus 1 equal to 0. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് രണ്ട് സ്ട്രേറ്റ് ലൈൻസ് തന്നിട്ടുണ്ട്, x by a plus y by b equal to 1 and x by b plus y by a equal to 1. These are the two lines given. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ bx plus ay equal to ab എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എടുക്കാം നമുക്ക് തൽക്കാലത്തേക്ക്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതുകയാണെങ്കിൽ, റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എടുക്കാൻ എഴുതി കഴിഞ്ഞിട്ട് ax plus by equal to ab. അങ്ങനെയാണെങ്കിൽ bx plus ay ab ആണ്, ax plus by ab ആണ്. നമുക്ക് 1 equal to 2 ആണെന്ന് മനസ്സിലായി. രണ്ടും എ ബിക്ക് ഈക്വൽ ആണ്, അപ്പോൾ രണ്ടും തുല്യമാണ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാൻ വരുന്നത്. അപ്പോൾ ഈ എ ബി ക്യാൻസൽ ആയി പോകും. സോ എക്സ് ഇൻറ്റു ബി മൈനസ് എ പ്ലസ് നമ്മൾ ചെയ്യുന്നത് 1 മൈനസ് 2 ആണ്. y ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 0. or x into minus or x into b minus a minus y into b minus a equal to 0. b minus a കോമൺ ആണ്. പുറത്തെടുത്താൽ അത് ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x ഈക്വൽ ടു y. എക്സും വൈയും തുല്യമാണ്. Let it be k. Let x equal to y equal to k ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് x equal to y ആണെന്ന് കിട്ടി. അതിന് നമ്മൾ k എന്ന് എടുത്തു. ഇനി നമ്മൾ put x equal to y equal to k in a ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം k ഇൻറ്റു 1 ബൈ എ പ്ലസ് 1 ബൈ ബി. നമ്മൾ ഇതിൽ എക്സിനും വൈക്കും k കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സും വൈയും ഈക്വൽ ആണെന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ k എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിനും വൈക്കും നമുക്ക് k കൊടുക്കാം ഈക്വേഷനിൽ. അങ്ങനെയാണെങ്കിൽ k കോമൺ ആയിട്ട് വരും. k കോമൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളിലുണ്ടാവുക 1 ബൈ എ പ്ലസ് 1 ബൈ ബി ഈക്വൽ ടു 1 വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് a plus b divided by ab equal to 1 കിട്ടും, which implies that k equal to ab divided by a plus b. x and y equal ആണ്. അപ്പോൾ x കോർഡിനേറ്റും ab divided by a plus b ആണ്. y കോർഡിനേറ്റും ab divided by a plus b ആണ്. അപ്പോൾ നമുക്ക് ഇനി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എഴുതാം. Therefore point of intersection is, what is that? AB divided by a plus b, comma AB divided by a plus b. Ordered pair AB divided by a plus b, AB divided by a plus b. This is the point of intersection. ഇപ്പോൾ നമ്മൾ ഏത് കർവ്സ് ആണെങ്കിലും, ഇപ്പോൾ രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പരാബോള അല്ലെങ്കിൽ ഒരു പരാബോള ഒരു സ്ട്രൈറ്റ് ലൈൻ, ഈ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണമെങ്കിൽ ഏത് രണ്ട് കർവ്സ് ആണ് തന്നത് ആ രണ്ട് കർവ്സിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസും വൈ വാല്യൂസും നമ്മളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും നമ്മൾ എ ബി എന്ന് പറഞ്ഞ തന്നിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, ലൈനിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്കിവിടെ എ ബി എന്ന് എടുക്കാം. സോ എ ബി എന്ന് പറഞ്ഞ ആ ഒരു ലൈൻ സെഗ്മെന്റ് തന്നിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് രണ്ടിന്റെയും സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ -1 ആണെന്ന് മനസ്സിലാവും.
സോ ഈ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. y by b equal to minus x by a plus 1 or y equal to minus b by a x plus 1. So it is the slope of the line, given line. The slope നമുക്ക് m2 എന്ന് എടുക്കാം, that's equal to minus b by a എന്ന് കിട്ടും. ഇതിന്റെ സ്ലോപ്പ് നമുക്ക് m1 ആണെന്ന് കരുതാം. എന്ന് നമുക്കറിയാം, സിൻസ് AB is perpendicular to the given line, നമുക്ക് എഴുതാം m1 into m2 equal to minus 1. That is m1 equal to minus 1 into m2 is minus b by a. ഈ സൈഡിൽ വരുന്ന സമയത്ത് അത് മൈനസ് എ ബൈ ബി ആവും. അപ്പോൾ നമുക്ക് എ ബൈ ബി എന്ന് കിട്ടും. സോ ഈ എ ബൈ ബിയും ഈ മൈനസ് ബി ബൈ എയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൈനസ് 1 ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. Now the perpendicular is y minus y coordinate divided by x minus x coordinate equal to the slope, that is a by b. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. സോ yb minus b square equal to ax minus a square, or minus ax plus yb plus a square minus b square equal to 0. Minus ax plus yb or by എഴുതിയൊരു ഭംഗി ഉണ്ടാവും, കാരണം ഇത്രയുള്ള yബിയും by ഒക്കെ ഒന്ന് തന്നെ. by plus a square minus b square equal to 0. That is the equation for the perpendicular. Okay.